ബീഹാർ മുഖ്യമന്ത്രിയായി ബി.ജെ.പി. നേതാവ് സാമ്രാട്ട് ചൌധരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജെ.ഡി.യു. നേതാവ് വിജയ് കുമാർ ചൌധരി ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. 2 പതിറ്റാണ്ടിലേറെ നീണ്ട നിതീഷ് കുമാർ യുഗത്തിന് വിരാമമിട്ടാണ് ബീഹാറിൽ ആദ്യമായി ഒരു ബി.ജെ.പി. നേതാവ് മുഖ്യമന്ത്രി പദവിയിൽ എത്തുന്നത്. जो विषय बिहार राज्य के मुख्यमंत्री के रूप में मेरे विचार के लिए लाया जाएगा തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകാനുള്ളത്. തൗഫീഖ്, ബി.ജെ.പിയുടെ ഒരു വലിയൊരു നീക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ സാമ്രാട്ട് ചൌധരി മുഖ്യമന്ത്രിയെ അധികാരമേറ്റിരിക്കുന്നത്. ദേശീയ നേതാക്കളൊക്കെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയിരുന്നു. ഒപ്പം നിതീഷ് കുമാറിനെ എങ്ങനെയാണ് ബി.ജെ.പി. ഇനി അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? നൗഫൽ, നിതീഷ് കുമാറിന്റെ 2 പതിറ്റാണ്ട് നീണ്ടുനിന്ന ആ മുഖ്യമന്ത്രി സ്ഥാനമാണ് ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സാമ്രാട്ട് ചൌധരി ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. ഗവർണറാണ് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തത്. ബി.ജെ.പി. നേതാക്കൾ എല്ലാവരും ആ ചടങ്ങിലുണ്ടായിരുന്നു. അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ബീഹാറിൽ എത്തിയിരുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായിട്ടുള്ള ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. കാരണം ആദ്യമായിട്ടാണ് ഒരു ബി.ജെ.പി. മുഖ്യമന്ത്രി ബീഹാറിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ ഇത് വലിയ ആഘോഷമാക്കാൻ കൂടി ബി.ജെ.പി. തീരുമാനിച്ചിട്ടുണ്ട്. നിതീഷ് കുമാറിന് രാജ്യസഭാ സ്ഥാനം നൽകിക്കൊണ്ടാണ് ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കാനുള്ള ഒരു നടപടി ബി.ജെ.പിയുടെ ഭാഗത്തുകൊണ്ട് ഉണ്ടായിരുന്നു. നിതീഷ് കുമാറിനോട് ബി.ജെ.പി. തന്നെ അത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയായിരുന്നു. അത് നിതീഷ് കുമാർ അംഗീകരിക്കുകയും നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറുകയുമായിരുന്നു. ഇനിയിപ്പോൾ നിതീഷ് കുമാറിന് നിലവിൽ രാജ്യസഭാ എം.പി. ആയി നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ നടത്തുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ജെ.ഡി.യുവിൽ നിന്ന് 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ആ ഒരു കാര്യം നിതീഷ് കുമാറിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു ഉപമുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ മകൻ തന്നെയായിരിക്കും. മറ്റൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൂടി ജെ.ഡി.യുവിന് നൽകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ആ വിവരം. ഇനിയിപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന വിവരങ്ങൾ കൂടി ബി.ജെ.പി. നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായി തന്നെ നിർവഹിക്കുമെന്നാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സാമ്രാട്ട് ചൌധരി പ്രതികരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ബീഹാറിലെ ജനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകും. ഇത്രയും നാൾ നിതീഷ് കുമാർ മികച്ച രീതിയിലാണ് ബീഹാറിനെ കൊണ്ടുപോയത്. അതിന് സമാനമായ രീതിയിൽ തന്നെ താൻ ബീഹാറിനെ മുന്നോട്ട് നയിക്കുമെന്നുള്ള ഒരു പ്രതികരണം കൂടി സാമ്രാട്ട് ചൌധരി നിതീഷ് കുമാറിനെ മുന്നിൽ വെച്ച് പ്രചാരണം നയിച്ച എൻ.ഡി.എ ഒടുവിൽ ഇപ്പോൾ നിതീഷ് കുമാറിനെ മാറ്റി ഒരു ബി.ജെ.പി. മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നിരിക്കുന്നു. ബി.ജെ.പിയുടെ ബീഹാറിലെ ആദ്യ മുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൌധരി അധികാരമേറ്റിരിക്കുന്നു. തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.